ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാത്തൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ഏതൊരു പുരുഷനും സ്ത്രീയും വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുന്ന പക്ഷം നല്ലൊരു ജീവിതം അവർക്ക് നാം നൽകും. മാത്രമല്ല, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും ഉത്തമമായ പ്രതിഫലവും അവർക്ക് നാം നൽകും. സ്വദഖല്ലാഹുൽ അലിയുൽ അലീം. സ്നേഹാദരനായ വേദിക്ക് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന കുഞ്ഞു ഫാത്തിമ സാഹിബ, വേദിയിലിരിക്കുന്ന സഹോദരി സുബൈദ സാഹിബ, സുഹറ സാഹിബ, മറ്റ് സഹോദരിമാരെ, എൻ്റെ പ്രിയങ്കരരായ ഉമ്മമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തം അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള ഒരു ഇരുത്തമാക്കി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട്. നല്ല സൗകര്യം നമ്മുടെ വീടകങ്ങളിലുണ്ട്. ആ വീടകങ്ങളിൽ AC ആയിട്ടും ഫാനായിട്ടും ആ തണുപ്പിൽ ഈ ചൂടത്ത് ഈ ഒരു രണ്ടാം ശനി വീട്ടിലെല്ലാവരും ഉണ്ടായിരിക്കെ നല്ലൊരു ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഞാൻ അവിടെ കിടന്നുറങ്ങുന്നതിന് പകരം, വിശ്രമിക്കുന്നതിന് പകരം, എനിക്ക് എൻ്റെ ഇരു ജീവിതത്തിനും ആവശ്യമായ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിലൂടെയും എൻ്റെ ജീവിതം വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് പല സന്ദർഭങ്ങളിലും പലയിടങ്ങളിൽ നിന്നും കേൾക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ടെങ്കിലും അത് എന്നെ ഓർമ്മപ്പെടുത്തൽ എൻ്റെ ഈമാൻ അധികരിക്കുന്നതിന്, ഒരു യഥാർത്ഥ വിശ്വാസിയായി മുന്നോട്ട് പോകുന്നതിന് എനിക്ക് ഉപകരിക്കും എന്ന മനസ്സോടെ ഇങ്ങോട്ട് കടന്നു വന്ന, അതിനുവേണ്ടി എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടത്തിയ നമ്മുടെ ഓരോരുത്തരുടെയും ഈ കടന്നുവരവും നമ്മുടെ കാൽപ്പാടുകളും ഈ ഇരുത്തവും നാളെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി സാക്ഷി പറയുന്ന ഒരിരുത്തമാക്കി നമ്മിൽ നിന്നും നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനായ നാഥൻ്റെ നാമത്തിൽ ഈ വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. അള്ളാഹു ഏതുദ്ദേശത്തോടെയാണോ ഈ ഒരു വനിതാ സമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്, ആ ഉദ്ദേശം നേടിയെടുക്കാനും നാളെ റബ്ബിൻ്റെ മുമ്പിൽ ഞങ്ങളാലാവുന്നത് പടച്ചവനെ ഞങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ട്, ഇനി ബാക്കി നിൻ്റെ അടുക്കലാണ് എന്ന് പറയാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സഹോദരി സഹോദരന്മാർക്ക് ഇതൊരു സാക്ഷിയായി നിലനിൽക്കുന്ന ഒരു കർമ്മമായി നാഥൻ
അവരുടെ ഏടുകളിലും നമ്മുടെ ഓരോരുത്തരുടെയും ഏടുകളിലും ഒരു സ്വാലിഹായ കർമ്മമായി രേഖപ്പെടുത്തി വെക്കുമാറാവട്ടെ. സ്ത്രീ ശാക്തീകരണം, പിന്നിട്ട വഴികൾ, സംരക്ഷിക്കപ്പെടേണ്ട മൂല്യങ്ങൾ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ടാണ് ഈ ഒരു വനിതാ സമ്മേളനം തൈസീറുൽ ഖുർആനിൻ്റെ കൾച്ചറൽ ഫെസ്റ്റിനോടനുബന്ധിച്ച് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ എപ്പോഴും ഇന്ന് കുറച്ച് കാലങ്ങളായിട്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും മുസ്ലിം സ്ത്രീകളുടെ ശാക്തീകരണം എന്നതിൽ അത് ചർച്ചക്കെടുക്കുന്ന സമയത്ത്, വിശകലനം ചെയ്യുന്ന സമയത്ത് അവരുടെ ശാക്തീകരണത്തിന്, അവരുടെ വളർച്ചയ്ക്ക്, അവരുടെ മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്നത് ഇസ്ലാമിക ശരീഅത്ത് തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ മതപണ്ഡിതന്മാർ തന്നെയാണ്, മതഗ്രന്ഥങ്ങൾ തന്നെയാണ്, മതം അവർക്ക് വെച്ചിരിക്കുന്ന വ്യവസ്ഥകളും ചിട്ടകളും നിയമങ്ങളുമാണ് എന്ന ആക്രോശങ്ങൾ പല ഭാഗത്തു നിന്നും ഇന്ന് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ അടിസ്ഥാനമായ ജീവിതത്തിൻ്റെ അടിത്തറയായ വിശുദ്ധ ഖുർആനിലേക്കും ആ വിശുദ്ധ ഖുർആനിനെ ജീവിച്ച് കാണിച്ചു തന്ന, അത് വ്യക്തി ജീവിതത്തിലൂടെയും കുടുംബജീവിതത്തിലൂടെയും സാമൂഹിക മണ്ഡലങ്ങളിലൂടെയും സാംസ്കാരിക മേഖലകളിലൂടെയും ജീവിച്ച് കാണിച്ചു തന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും പഠനം നടത്തി നോക്കിയാൽ, വിലയിരുത്തി നോക്കിയാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്ന പുരുഷനെന്നും സ്ത്രീയെന്നും രണ്ടും രണ്ടാക്കി 2 ലക്ഷ്യത്തോടെ ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി 2 രൂപത്തിൽ അവരെ സൃഷ്ടിച്ചുവെങ്കിലും അവരെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ട മുഴുവൻ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്കതിലൂടെ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇത്രമാത്രം സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ഏത് കാലയളവിലും അവർക്ക് ഏത് ഉന്നതങ്ങളിൽ എത്താൻ സാധിക്കുമോ അതിനു വേണ്ട അത്രമാത്രം നിർദ്ദേശങ്ങളും അതിനു വേണ്ട ചിട്ടകളും നൽകിയ മറ്റൊരു വ്യവസ്ഥിതിയും നമുക്ക് കാണാൻ സാധ്യമല്ല എന്ന്. അത്രയും സുന്ദരമാണ്. പ്രത്യേകിച്ചും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളെ അടച്ചുപൂട്ടപ്പെട്ടവളാണ്. വളരാനും ഉയരാനും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അവർക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താനും അവരുടെ മതം തന്നെ തടസ്സമാണ് എന്ന് പറയുന്നിടത്ത് ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്തിൻ്റെ അർത്ഥത്തോടു കൂടി ഞാൻ അത് ഓതിയപ്പോൾ നിങ്ങളതിൻ്റെ ഒരു ചെറിയ വശം കേൾക്കുകയായിരുന്നു, നമ്മൾ ചിന്തിക്കുകയായിരുന്നു. വിശുദ്ധ ഖുർആനിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ഓരോ ഭാഗത്തും ഈ രൂപത്തിൽ നമുക്ക് നാഥൻ പഠിപ്പിച്ചു തന്നിരിക്കുന്ന ആയാത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വലിയ അത്ഭുതം തോന്നിപ്പോവും. പിന്നെ എന്ത് കണ്ടിട്ടാണ് ഈ ഒരു തലമുറ ഈ രൂപത്തിൽ ഇസ്ലാമാണ് സ്ത്രീയെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. വിശുദ്ധ ഖുർആൻ പഠിച്ച, വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിച്ച കാലഘട്ടങ്ങളിലൊക്കെ ചരിത്രത്തിലൂടെ നമ്മൾ പരത്തി നോക്കിയാൽ ഇസ്ലാമിൻ്റെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമാവട്ടെ, അവർ നിർവഹിക്കേണ്ട ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് തന്നെ അവരുടെ വേഷവിധാനത്തിലും അവരുടെ നടത്തത്തിലും അവരുടെ ഇരുത്തത്തിലും പുരുഷന് കൽപ്പിച്ചതുപോലെ തന്നെ സ്ത്രീക്കും കൽപ്പിച്ചിട്ടുള്ള വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും ഒക്കെ അതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട്
മുന്നോട്ട് പോയ സഹോദരിമാർ, മുസ്ലിം സഹോദരിമാർ എല്ലാ മേഖലകളിലും ഏറെയേറെ ഉന്നതങ്ങളിലെത്തിയത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഒരു വിഷയം അടുത്തൊരു സംസാരത്തിലൂടെ നിങ്ങൾക്ക് വിശദമായി കേൾക്കാൻ പറ്റും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അള്ളാഹു ആണാവട്ടെ പെണ്ണാവട്ടെ വിശ്വാസത്തോടു കൂടി അവർ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ ഇവിടെ തന്നെ അവർക്ക് നല്ലൊരു ജീവിതം നൽകും എന്ന് പറഞ്ഞതാണ് സൂറ അന്നഹ്ലിലെ 97-ാമത്തെ ആയത്തിൽ ഞാൻ ഓതി വെച്ച ആയത്തിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത്. ഈ ജീവിതം തന്നെ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന, നമ്മൾ ഹജ്ജിനും ഉംറക്കും ഒക്കെ പോകുന്ന സമയത്ത് റുക്കുനുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെ ഓരോ തവാഫിലെ ചുറ്റലുകളിലും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നന്മ നൽകണമേ പടച്ചവനെ, ആഖിറത്തിലും നീ ഞങ്ങൾക്ക് നന്മ നൽകണമേ പടച്ചവനെ, നരകശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ കാക്കണേ പടച്ചവനെ എന്ന പ്രാർത്ഥനയിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ ഇവിടെ തന്നെ ഏറ്റവും നല്ല ഒരു ജീവിതം ആണിനും പെണ്ണിനും അവർ വിശ്വാസത്തോടു കൂടി സൽക്കർമ്മങ്ങൾ ചെയ്താൽ അവർക്ക് നാം നൽകും എന്ന് അല്ലാഹു വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ വിശ്വാസത്തോടു കൂടി നമ്മൾ സൽക്കർമ്മം ചെയ്യുക? അതാണ് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വഴികൾ നമ്മൾ പരതി നോക്കുന്ന സമയത്ത് ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിച്ച, ഇന്നും നമുക്കറിയാവുന്നത് പോലെ വിദ്യാഭ്യാസ മേഖലയിൽ, ഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ മുൻകാലങ്ങളിൽ നിന്നൊക്കെ തന്നെ വിഭിന്നമായിക്കൊണ്ട് ഘട്ടം ഘട്ടമായി നമ്മൾ കടന്നു പോന്ന, പ്രത്യേകിച്ചും നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെൺകുട്ടികളെക്കുറിച്ച് പുറം ലോകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഇസ്ലാമോഫോബിയ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ തന്ത്രമായി കൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മലപ്പുറത്തെ പെൺകുട്ടികൾ അല്ലെങ്കിൽ മലപ്പുറത്തെ കുട്ടികൾ, മുസ്ലിം കുട്ടികൾ എല്ലാ പരീക്ഷയും പാസ്സാവുന്നത് കോപ്പിയടിച്ചുകൊണ്ടാണ് എന്നവർ പറയുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കൾ തന്നെ വെല്ലുവിളിയോട് കൂടിയിട്ട് അത് തിരുത്താൻ അവരെ നിർബന്ധിച്ചത് അടുത്ത ഘട്ടങ്ങളിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഉന്നത തലങ്ങളിലേക്കും അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, മുസ്ലിം മക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരിമാരും നല്ല ഭൗതിക വിദ്യാഭ്യാസമുള്ളവരാണ്. അവസാനം നമ്മൾ കണ്ടു നമ്മുടെ ഒരു മുസ്ലിം പണ്ഡിതനായ ഒരു സഹോദരൻ്റെ പുത്രി, അവൾക്ക് പൈലറ്റ് ആവണം എന്ന ആഗ്രഹം അവൾ പ്രകടിപ്പിച്ചപ്പോൾ അവളെ പൈലറ്റ് ആക്കാൻ എന്താണ് വഴി പലരോടും ചോദിച്ചപ്പോൾ അതിനൊന്നും വഴികളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പലരും ഒഴിഞ്ഞു മാറിയപ്പോൾ അവളുടെ ഉമ്മയാണ് പലരെയും കണ്ട് പൈലറ്റാക്കാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ മകൾക്ക് അവൾ ആ ഇസ്ലാമിക വേഷത്തോടു കൂടി ആ പൈലറ്റായ ഫോട്ടോ സോഷ്യൽ മീഡിയകളിലൂടെ, പത്രത്താളുകളിലൂടെ, വിഷ്വൽ മീഡിയകളിലൂടെ നമ്മളിങ്ങനെ കണ്ടപ്പോൾ ആ ഉമ്മയും ഉപ്പയും അവളോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ ഛായാചിത്രം നമ്മളിങ്ങനെ ദർശിച്ചപ്പോൾ താൻ ലക്ഷ്യം വെച്ചത് നേടിയെടുക്കാൻ സാധിച്ചതിലെ അവളുടെ ആ സന്തോഷം, ചാരിതാർത്ഥ്യം നമുക്ക് കാണാൻ കഴിയുകയാണ്. നമ്മൾ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിൻ്റെ നിയമങ്ങളും ചിട്ടകളും പാലിച്ചുകൊണ്ട് മാത്രമേ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഉന്നതങ്ങളിലേക്ക് എത്താൻ സാധിക്കൂ. നിങ്ങൾക്ക് ഉന്നതങ്ങളിൽ എത്താൻ സാധിക്കണമെങ്കിൽ യാതൊരു തരത്തിലുള്ള ഉപദ്രവവും, മനസ്സിൽ രോഗമുള്ളവരുടെ മനസ്സ് ആ അർത്ഥത്തിലേക്ക് നീക്കുന്നതിന് പകരം നിങ്ങൾക്ക് തടയിട്ടുകൊണ്ട് ഉന്നതങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർദ്ദേശിച്ചു തന്ന നിർദ്ദേശങ്ങൾ, ദാലിക അദിന അൻ യുറഫ്ന വലാ യുസൈന, അവരുടെ മുഖമക്കൻ അവർ അവരുടെ മാറിടത്തിലൂടെ താഴ്ത്തിയിടട്ടെ, അതാണ് അവർക്ക് ഉത്തമം. ദാലിക അദിന അൻ യുറഫ്ന, തിരിച്ചറിയാൻ, ഞൊട്ടിയാൽ കിട്ടുന്നവരല്ല, ഒരു ലക്ഷ്യത്തോടു കൂടി മുന്നേറുന്നവരാണ് അവർ. അവർക്ക് അവരുടെ വേഷം കൊണ്ടും അവരുടെ ഹാവഭാവങ്ങൾ കൊണ്ടും ഏതോ അർത്ഥത്തിൽ ഭൗതികമായിട്ട് എന്തോ നേടി ആരെയോ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി എല്ലാം കാഴ്ചവെച്ചു കൊടുത്ത് മുന്നേറുന്നവരല്ല. അവർക്കൊരു ലക്ഷ്യമുണ്ട്. അത് ഇവിടെയും ലക്ഷ്യമുണ്ട്,
ഈ ലക്ഷ്യത്തെക്കാൾ ഉപരി ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതോടൊപ്പം ഇവിടെ വിജയിക്കുക എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതോടൊപ്പം ശാശ്വതമായ ഒരു ലോകത്തെക്കുറിച്ച് തിരിച്ചറിയുന്നവരാണ് ഒരു വിശ്വാസിയായ സ്ത്രീ, വിശ്വാസിയായ പെൺകുട്ടി എന്ന് പറയുന്നത്. ആ ലക്ഷ്യം കൂടി നേടിയെടുക്കണമെങ്കിൽ എന്തൊക്കെ സംഗതികൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് കടന്നുപോയ മുസ്ലിം സ്ത്രീകളെ, പെൺകുട്ടികളെ ചരിത്രം നമുക്ക് ഒട്ടേറെ മേഖലകളിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് വിവിധ തലങ്ങളിലൂടെ, രാഷ്ട്രീയ തലങ്ങളിലടക്കം വനിതാ സംവരണം വന്നതോടുകൂടി ആ മേഖലകളിലും സ്ത്രീകൾ കടന്നു വന്നതോടെ നമ്മൾ കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയാം. 3 സഹോദരിമാർ ഞങ്ങളുടെ ചുറ്റിലുമുള്ള വാർഡുകളിൽ വാർഡ് കൗൺസിലർമാരായിട്ട് പ്രവർത്തിക്കുന്ന, ആ തൊട്ടപ്പുറത്തുള്ള പുരുഷന്മാർ കൗൺസിലർമാരായിട്ടുള്ള വാർഡുകളിലേക്കാൾ അപ്പുറം ഏറ്റവും സുന്ദരമായിട്ട് കിട്ടുന്ന വിഹിതം വാർഡിൽ നിന്നും, ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിലാണ്, മുക്കം മുനിസിപ്പാലിറ്റിയിൽ കിട്ടുന്ന ആ വാർഡിലേക്ക് കൊടുക്കുന്ന വിഹിതം 5 പൈസ പോലും വിട്ടുപോവാതെ ആ വാർഡിൻ്റെ വികസനത്തിന് തന്നെ അത് നീക്കിവെക്കണം എന്ന ആർജവത്തോടു കൂടി പണിയെടുക്കുന്ന 3 വനിതാ വാർഡ് മെമ്പർമാരുള്ള ഒരു പ്രദേശത്താണ് ഞാനുള്ളത്. അവിടങ്ങളിൽ അതിശക്തമായിട്ട് പുരുഷന്മാർ വരെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു ബാറ് തുറക്കാൻ വേണ്ടിയിട്ട് അവർ പണിയെടുത്തപ്പോഴേ ആ ബാറിനെതിരെ ഇതിൽ പുരുഷന്മാരായ നിങ്ങളെക്കാളപ്പുറം കഷ്ടപ്പെടുക, ആ ബാറ് തുറക്കുന്നതിലൂടെ കുടുംബിനികളായ, മാതാക്കളായ, ഭാര്യമാരായ, മക്കളെ വളർത്തുന്നവരായ സ്ത്രീകളായ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ബാറ് അവിടെ തുറക്കാൻ അനുവദിക്കാതെ അതിന് നേതൃത്വം കൊടുത്തത് ഈ വനിതാ വാർഡ് കൗൺസിലർമാരായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അവരൊക്കെ പൂർണ്ണമായ ഇസ്ലാമികമായ വേഷം ധരിച്ചുകൊണ്ടാണ് അവരുടെ വാർഡുകളിൽ ഇറങ്ങിയവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് കൗൺസിലർമാരോട് പറയേണ്ടത് മുഖത്ത് നോക്കി പറഞ്ഞ് നാട്ടിൽ അത്തരത്തിൽ പണം അടിയിലൂടെ പിടുങ്ങി കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്നും കിട്ടുന്ന പണത്തെ അവിടെ പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ അതിനെതിരെ ശബ്ദിക്കാൻ ആർജവത്തോടെ ആ മുസ്ലിം വേഷത്തോട് കൂടിയിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ മാത്രമല്ല, ഈ കാലഘട്ടത്തിലും ഏത് കാലഘട്ടത്തിലും സമൂഹത്തിൽ നിലനിൽക്കുന്ന വൃത്തികേടുകൾക്കെതിരെ, സമൂഹത്തിൽ നിലനിൽക്കുന്ന അഴിമതിക്കെതിരെ, സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ ഘട്ടങ്ങൾക്കെതിരെ ഒരു പക്ഷേ ഒരു പടി കൂടി ഞാൻ കടന്നു പറയാനോ ആഗ്രഹിക്കുന്നു, പുരുഷന്മാരെക്കാൾ അപ്പുറം സ്ത്രീകൾക്ക് കഴിയുമെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അവിടങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ പല സംഗതികളുമുണ്ട്. ഇപ്പം നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സ്റ്റേറ്റ് ഭാരവാഹിയായിട്ടൊക്കെ തന്നെ അന്ന് കടന്നു പോരുന്ന ഘട്ടങ്ങളിൽ നമുക്കറിയാം, ഞാൻ ഫാറൂഖ് കോളേജ് ക്യാമ്പസിൽ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങളെയൊക്കെ വളർത്തിയെടുത്തിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയായിട്ട് ഞങ്ങൾ കാണുന്ന, ഞങ്ങളെയൊക്കെ തന്നെ നയിച്ചു കൊണ്ടുപോയിട്ടുള്ള പല ആളുകളും അന്ന് പറഞ്ഞിരുന്നു, മക്കളെ നിങ്ങൾ പണിയെടുത്തോളി, ഇന്ന് നിങ്ങൾക്ക് ക്യാമ്പസുകളിൽ കയറിക്കഴിഞ്ഞാൽ തട്ടമിടാത്ത, അല്ലെങ്കിൽ നമസ്കരിക്കാത്ത, കണ്ടാൽ പരസ്പരം സലാം പറയാത്ത മുസ്ലിം പെൺകുട്ടികളെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ ഒരു കാലം വരും ക്യാമ്പസുകളിൽ മുഴുവനും മഫ്ത ധരിച്ച, പർദ്ദ ധരിച്ച, അല്ലെങ്കിൽ മുഖമക്കന ധരിച്ച പെൺകുട്ടികൾ നിറഞ്ഞ് ഇസ്ലാമിൻ്റെ ആ ഒരു മാതൃക കാണിച്ചു കൊടുക്കുന്ന മക്കളായിട്ട് മാറുമെന്ന്. അൽഹംദുലില്ലാ, ആ ഘട്ടം കുറേ ഇങ്ങോട്ട് കടന്നു പോന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം, നമ്മുടെ PSMO കോളേജിലടക്കം, ഫാറൂഖ് കോളേജിലും അതുപോലെ നമ്മുടെ കേരളത്തിൽ അറിയപ്പെട്ട ക്യാമ്പസുകളിലൊക്കെ മുസ്ലിം പെൺകുട്ടികൾ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഇസ്ലാമിക വേഷം അവരുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് എടുത്തു കാണിച്ചുകൊണ്ട് മക്കൾ കടന്നു വരാനും ഉന്നതങ്ങളിലെത്താനും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനവർ സാക്ഷികളായിട്ട് അവർ നിലയുറപ്പിക്കുന്നു. ഈ ഒരു ഘട്ടം ഇങ്ങനെ കടന്നു പോരുമ്പോഴാണ്, പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, അതിനെ എങ്ങനെ പൊളിക്കാൻ പറ്റും? ഈ പറയുന്ന ഇസ്ലാമിൻ്റെ നിയമവശങ്ങളും ചിട്ടകളും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ പെൺകുട്ടികളെ എങ്ങനെ ഈ വിശ്വാസത്തിന് നടത്തിയെടുക്കാൻ പറ്റും? അതിനു വേണ്ട പണികളാണ് ലിബറലിസ്റ്റ് കാഴ്ചപ്പാടുകൾ വളർത്തിയെടുത്തുകൊണ്ട് ക്യാമ്പസുകളിൽ പല രാഷ്ട്രീയ സംഘടനകളുടെയും
ഒത്താശയോട് കൂടിയിട്ട് പണിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മലപ്പുറത്ത് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചതിൽ ഞങ്ങൾ സന്തോഷിക്കുകയാണ്. മലപ്പുറത്തെ മുസ്ലിം പെൺകുട്ടികൾ തട്ടം വലിച്ചെറിഞ്ഞത് ഞങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയുന്നു എന്നവർ പറയുന്നതിൻ്റെ തെളിവായിക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് ദീനിൻ്റെ യഥാർത്ഥ അടിത്തറ മനസ്സിലാക്കാൻ കഴിയാതെ ആരോ പറഞ്ഞ് പ്രതിഫലിപ്പിക്കുന്ന സംഗതികൾക്ക് തലവെച്ചു കൊടുക്കാൻ ഇന്ന് നമ്മുടെ മക്കൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈ ലിബറലിസ്റ്റ് കാഴ്ചപ്പാടിനെ ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും. അതാണ് തിരിച്ചു പിടിക്കേണ്ട മൂല്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്കുണ്ടായിരുന്ന മൂല്യങ്ങൾ, അതിലൂടെ മാത്രമേ മക്കളെ നമുക്ക്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മക്കൾക്ക് അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഭൗതിക വിദ്യാഭ്യാസം ആവുന്നിടത്തോളം ഉന്നതങ്ങളിൽ എത്താൻ അവർക്ക് സാധിക്കുന്നതോടൊപ്പം ഏതുന്നതങ്ങളിലെത്തിയാലും നമ്മൾ സൂക്ഷിക്കേണ്ടതായ ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ സൂക്ഷിക്കുന്നത് കൊണ്ട് മാത്രമേ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച ഈ ജീവിതത്തിലെ വിജയം നേടിയെടുക്കാനും ഈ ജീവിതം കഴിഞ്ഞ് ശാശ്വതമായ ലോകത്ത് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടത്തോടു കൂടിയിട്ടുള്ള സ്വർഗത്തിലെ സ്ഥാനം, ഉന്നതമായ പ്രതിഫലം കരസ്ഥമാക്കാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ. അത് മുറുകെ പിടിക്കാനാണ്, ആ ഒരു ചിന്തയിലേക്ക് കടന്നു വരാനാണ് ഇത്തരത്തിലുള്ള ഒരുമിച്ചു ചേരലിലൂടെ പ്രിയപ്പെട്ട മാതാക്കളുടെയും പിതാക്കളുടെയും പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുടെയും മനസ്സിലേക്ക് ഇത്തരം സന്ദർഭത്തിൽ ചില സംഗതികൾ നമ്മൾ ഊന്നി പറയുന്നത്. ലിബറലിസ്റ്റ് കാഴ്ചപ്പാടുകളുടെ ചിന്താഗതികൾ നമുക്കറിയാം. ഭൗതിക സംസ്കാരത്തിൻ്റെ, ഉപഭോഗ സംസ്കാരത്തിൻ്റെ പല ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കണമെങ്കിൽ അവർക്ക് നമ്മുടെ ഈ വേഷവിധാനവും നമ്മൾ സ്വീകരിച്ചു പോരുന്ന ചില നിയമവ്യവസ്ഥകളും ചിട്ടകളും നമ്മൾ വലിച്ചെറിയേണ്ടതുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും സ്ത്രീ പുരുഷന്മാർ പരസ്പരമുള്ള ഇടകലരലുകളിലൂടെ അവർക്ക് നേടിയെടുക്കേണ്ടുന്നതായ പല സംസ്കാരങ്ങളെയും അവർക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതിന് സ്ത്രീയും പുരുഷനും അവർ ഒരുമിച്ച് ചേരുന്ന സന്ദർഭങ്ങളിൽ അവർ പാലിക്കേണ്ട മര്യാദ പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഇസ്ലാമിൻ്റെ ചിട്ടവട്ടങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന കുട്ടികളെ കൊണ്ട് സാധ്യമല്ല, അത് ഞങ്ങൾക്ക് നഷ്ടമാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് ചുട്ട മറുപടി കൊടുക്കാൻ, പ്രിയമുള്ളവരെ, എന്തിനാണ് എൻ്റെ ജീവിതം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെല്ലാം നേടാനുണ്ട്, അതിന് എനിക്ക് എൻ്റെ റബ്ബ് തന്നിരിക്കുന്ന ഒരു സമ്മാനമാണ് എൻ്റെ ഈ വേഷമായാലും എനിക്ക് തന്നിരിക്കുന്ന ഈ ചിട്ടകളായാലും. ഏതെങ്കിലും ഒരു പരിപാടി കഴിഞ്ഞ് വരുമ്പോഴേക്കും ക്യാമ്പസിൽ നിന്ന് എല്ലാവരും പരസ്പരം ഇങ്ങനെ കൈകോർക്കുമ്പോഴേ ഞാനും അതിൽ കൈകൊടുത്തിട്ടില്ലെങ്കിൽ അവൾ 6-ാം നൂറ്റാണ്ടുകാരിയോ 7-ാം നൂറ്റാണ്ടുകാരിയോ ആയിട്ട് പഴഞ്ചനായിട്ട് ആരെങ്കിലും വിലയിരുത്തുന്നുണ്ടെങ്കിൽ എൻ്റേതായ ഈ വിലപ്പെട്ട ഈ സംസ്കാരത്തെ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് എന്നെ 6-ാം നൂറ്റാണ്ടുകാരി എന്നോ 7-ാം നൂറ്റാണ്ടുകാരി എന്നോ നിങ്ങൾക്ക് വിളിക്കാൻ മനസ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ എന്ന് പറയാൻ ആർജവത്തോടെ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. ഈ കൈകൊടുക്കലാണ് പിന്നീട് നമ്മുടെ ജീവിതത്തെ നാശത്തിലേക്ക് നയിക്കുന്നത്. ആലോചിച്ച് നോക്കാം, റബ്ബ് നമുക്ക് എത്രയെത്ര നിർദ്ദേശങ്ങൾ നമ്മളാക്കാൻ, നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മെ ഉയരങ്ങളിലെത്തിക്കാൻ റബ്ബ് എത്രയെത്ര നിർദ്ദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര രസമാണ് അതൊക്കെ. പുരുഷനോടും പറയുന്നു ഒരുപോലെ, സ്ത്രീയോടും പറയുന്നു ഒരുപോലെ, നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടി താഴ്ത്തണം. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു, യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും, നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടി താഴ്ത്തണം, എന്നിട്ട് നിങ്ങളുടെ ലൈംഗികതയെ നിങ്ങൾ സൂക്ഷിക്കണം. അതേപോലെ അതാണ് ലാലിക അസ്കാലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും സംസ്കാരമുള്ളവരായി മാറാൻ നിങ്ങൾക്ക് ഉത്തമം. അതേപോലെ സ്ത്രീകളോടും പറയുന്നു വിശ്വാസിനികളെ എന്ന് വിളിച്ചുകൊണ്ട്. ഈ രണ്ട് സംഗതിയും ചേർത്ത് വായിക്കുമ്പോൾ നേരിട്ട് ഓഫ്ലൈനിൽ കാണുന്നത് ഇന്ന് ഓഫ്ലൈനിലേക്കാൾ അപ്പുറം അപകടം സൃഷ്ടിക്കുന്ന ഒന്നാണ് ഓൺലൈനിലൂടെ കാണുന്നതും ഓൺലൈനിലൂടെ ഇയർഫോൺ വെച്ച് കേൾക്കുന്നതും ഓൺലൈൻ വഴി പാതിരാത്രിയിൽ 2 മണിക്ക് ശേഷം ചാറ്റ് ചെയ്യുന്നതും അടക്കം. ഇതിലൂടെ നമ്മുടെ എത്രയെത്ര കുടുംബ ബന്ധങ്ങളാണ്, ഭാര്യാഭർത്തൃ ബന്ധങ്ങളാണ് എത്ര മുറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, എത്ര കുടുംബങ്ങളിലെ സ്വസ്ഥതയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണല്ലോ നമ്മുടെ ജീവിതത്തെ സൂക്ഷ്മത പുലർത്താൻ, വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കണം. യുവാക്കളെ, യാ മഹ്ശറ ശബാബ്, യുവസമൂഹമേ എന്ന് വിളിച്ചുകൊണ്ട് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പാഠം അവിടെയാണ്.
നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹത്തിന് സമയമായാൽ നിങ്ങൾ വിവാഹം കഴിക്കണം. നിങ്ങൾ വിവാഹം കഴിക്കണം. അതാണ് നിങ്ങളുടെ ജീവിതം ശുദ്ധമായ രൂപത്തിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. അതിനുള്ള സാഹചര്യമില്ലെങ്കിൽ നിങ്ങൾ മറ്റ് വേണ്ടാത്ത ബന്ധങ്ങളിലേക്ക് പോകുന്നതിന് പകരം നിങ്ങളുടെ വൈകാരികതയെ ശമിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ നോമ്പെടുക്കണം എന്ന് പഠിപ്പിക്കുമ്പോൾ അതിനൊരു അവസരവും ഇല്ലെങ്കിലാണ് പറയുന്നത്. ഇന്ന് എല്ലാം ഒത്തുവന്നിട്ടും എനിക്കിപ്പോൾ വിവാഹം വേണ്ട, ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മുടെ യുവ തലമുറയെ, നമ്മുടെ പ്രിയപ്പെട്ട പൊന്നു മക്കളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നയിക്കുന്നുണ്ടെങ്കിൽ അത് ലിബറലിസ്റ്റ് കാഴ്ചപ്പാടുള്ള ആളുകളുടെ തന്ത്രത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് ഒരു വേള നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്തിനാണ്? അപ്പോഴേ വേണ്ടാത്ത പലതിനും അവരെ കിട്ടുള്ളൂ. കുടുംബമായിട്ടൊക്കെ തന്നെ ഒരു ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു വ്യവസ്ഥയോട് കൂടിയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ വേണ്ട രൂപത്തിൽ, ഈ രൂപത്തിൽ അവരുടെ ജീവിതം ഇങ്ങനെ കളിച്ച് അല്ലെങ്കിൽ അതൊരു തമാശയായി കണ്ട് എന്തിനും ഉപയോഗപ്പെടുത്തുന്ന, എന്തിനും അതൊരു ഹരമായി കാണുന്ന തരത്തിലേക്ക് അവരെ കിട്ടൂല. അതുകൊണ്ട് കല്യാണമൊക്കെ കുറച്ച് അങ്ങോട്ട് വൈകിക്കോട്ടെ. ഇപ്പോഴേ കല്യാണം കഴിച്ചിട്ട് പെൺകുട്ടികളോട് അവർക്ക് കിട്ടുന്ന കൂട്ടുകാരിൽ നിന്നാവട്ടെ, അതുപോലെ തന്നെ കൂടെ ക്യാമ്പസിൽ നിന്നുള്ളവരാവട്ടെ, വെറുതെ പണിക്ക് കണ്ടട്ടോ, ഒരു കാരണവശാലും ഇപ്പോഴൊന്നും സമ്മതിക്കരുത് കേട്ടോ. ഇനി എത്ര പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് മുഴുവനും കഴിഞ്ഞിട്ട് കല്യാണത്തിന് സമ്മതിക്കാവും. നമ്മുടെ കുട്ടികൾക്ക് അതാണ് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് കുറേ ഉദാഹരണങ്ങളാണ് പറഞ്ഞു കൊടുക്കും. ആ ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ നമ്മുടെ കുടുംബത്തിലെ മാതാക്കളോ പിതാക്കളോ കുടുംബാംഗങ്ങളോ കാരണമായി തീരുന്നുണ്ടെങ്കിൽ ആ മക്കൾ വിവാഹം ഇപ്പോൾ വേണ്ട എന്ന് പറയുന്നതിന് കുറ്റക്കാരൻ നമ്മളാണ്. പഠിക്കാമെന്നൊക്കെ ഇപ്പം അങ്ങോട്ട് പറയും, പക്ഷെ അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം. കല്യാണം കഴിഞ്ഞ ചില ആളുകളുടെ അനുഭവങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അതൊക്കെ വെറും ഒരു പറച്ചിലാണ്. ഉടനെ പ്രഗ്നൻ്റ് ആവും, പിന്നെ അതും കൊണ്ട് നടക്കേണ്ടി വരും. അപ്പോൾ പഠനമൊക്കെ പിന്നെ അവിടെ നിൽക്കും. അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് മതി കേട്ടോ കല്യാണം. അതിനിടയിൽ അതെല്ലാം അങ്ങനെ നടക്കും, പലതും നടക്കും. മനുഷ്യ മനസ്സ് വൈകാരിക തലത്തിൽ വിവാഹത്തിൻ്റെ പ്രായം എത്തിക്കഴിഞ്ഞാൽ പല ചിന്തകളും അവരിലുണ്ടാവും. അതർ സെക്സിനോട് താല്പര്യം എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവും. പ്രണയങ്ങളുടെ ഒരു നൂലാമാലയുടെ കാലഘട്ടത്തിലാണ് പ്രിയമുള്ളവർ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്കൊക്കെ വഴിവെക്കുന്നതും അത് പിന്നീട് നിക്കാഹിന് മുമ്പ് തന്നെ പലതരത്തിലുള്ള ബന്ധങ്ങളിലേക്കും അത് വഴിയൊരുക്കുന്നതും അതൊരു തെറ്റേ ആയി കാണാത്ത തരത്തിലേക്ക് മദ്രസയിൽ 7ാം ക്ലാസ് വരെ പഠിച്ച 5 നേരം കൃത്യമായി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന, കൃത്യമായിട്ട് നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, 7ാം ക്ലാസ് വരെ മദ്രസ പഠിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് വിട്ടുപിരിയാൻ കഴിയില്ല. ഇനി അവനല്ലാത്ത ഒരാൾ എൻ്റെ ശരീരത്തിൽ തൊടുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. എനിക്കിനൊരു വിവാഹം എന്നതിനെക്കുറിച്ച് എന്നോട് ഒരാളും പറയേ വേണ്ട. അവൻ എന്നെ കല്യാണം കഴിക്കണില്ലെങ്കിൽ എനിക്ക് പിന്നെ അങ്ങനത്തെ ഒരു ജീവിതം ഇനിയില്ല. 8 വർഷമായി 9ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയ പ്രണയം ഡിഗ്രി ഫൈനലിലെത്തിയപ്പോൾ ചെറിയ സൗന്ദര്യ പിണക്കത്തിൻ്റെ പേരിൽ 2 പേരും കൂടി പിണങ്ങിയപ്പോൾ ബോധം കെട്ട് വീണ കുട്ടിയെ എന്താണ് കാരണമെന്ന് അന്വേഷിച്ചെത്തിയപ്പോൾ ഡോക്ടറെ കാണിച്ച് ഡോക്ടറോട് തുറന്നു പറഞ്ഞ വശം കേട്ടപ്പോഴാണ് ഉമ്മയും ബാപ്പിയും കൂടി കണ്ണ് തള്ളണത്. ഇതിപ്പം ഇതിലുള്ളൊരു വോയിസിൻ്റെ സാധനം ഞാൻ ഈ പറഞ്ഞത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു മോള്, പ്രിയപ്പെട്ട എൻ്റെ മോള് വിളിച്ചിട്ട് പറഞ്ഞൊരു സംഗതിയാണ്. എനിക്കിങ്ങനെ സങ്കടം തോന്നിപ്പോയി. ഒരു തെറ്റും അതിൽ ആ മോള് കാണുന്നില്ല. ഞാൻ ചോദിച്ചു, മോളെ ഇത്രയും വർഷം 9ൽ നിന്ന് തുടങ്ങിയ ഈ ഒരു ബന്ധത്തിൽ പല സന്ദർഭങ്ങളിലും പുറത്തു പോവാൻ അവസരം കിട്ടിയ കുട്ടികൾക്ക് എൻ്റെ കുടുംബത്തിൽ ഒരാളും ഇതുവരെയും ഈ ഒരു സംഗതി അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾക്ക് മാത്രം അറിയാം. അതാരാണ്? കസിൻ സിസ്റ്റർ. ഇതിപ്പോൾ ഇന്നത്തെ ഒരു ഓമന പേരാണത്. അമ്മായിൻ്റെ മോളും മൂത്താപ്പൻ്റെ മോളും എന്നൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞതിന് പകരം ആർക്കും പറയാവുന്ന ഒരു പേരാണത്. കസിൻ സിസ്റ്ററും കസിൻ ബ്രദറും. ആരെങ്കിലുമൊക്കെ കൂട്ടം വന്നാൽ, സ്കൂളിൽ നിന്നൊക്കെ ആരെങ്കിലും കൂട്ടം വന്നാൽ, വീട്ടിൽ മരണമുണ്ടല്ലോ, അസുഖമുണ്ട്, ഇന്നോടത്ത് പോകാനുണ്ട്, അപ്പോൾ ആരാ വന്ന? കസിൻ ബ്രദർ. കസിൻ ബ്രദർ ആരുമാവാം. എന്നിട്ട് അവരുടെയൊക്കെ തന്നെ ബൈക്കിലും കയറിയിട്ട് നമ്മളങ്ങനെ പോകുന്നതിന് നമുക്ക് യാതൊരു തടസ്സവും ഇല്ലാതായി പോകുന്നുണ്ടെങ്കിൽ അവിടെയാണ് സൂക്ഷിക്കേണ്ട മൂല്യങ്ങൾ. സ്ത്രീ ശാക്തീകരണം എല്ലാ തലങ്ങളിലും നടന്നുകൊണ്ടിരിക്കെ
നമ്മളാക്കി ഈ ദുനിയാവിൽ നമുക്ക് വിജയിക്കണമെങ്കിലും ശാശ്വതമായ പരലോകത്ത് വിജയിക്കണമെങ്കിലും റബ്ബ് നമ്മെ പഠിപ്പിച്ച ഈ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കാൻ മദ്രസയിൽ 7 വരെയോ 10 വരെയോ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല പ്രിയമുള്ളവരെ, പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അതിൽ എന്താണ് പഠിച്ചത്? വിശുദ്ധ ഖുർആനിൽ എന്താണ് എൻ്റെ റബ്ബ് എന്നോട് പറയുന്നത്? ഞാൻ എവിടെയായാലും അത് അമ്മായിൻ്റെ മോള് അറിയുമായിരുന്നു. എന്നിട്ട് അവളാണ് എല്ലാത്തിനും ഒത്താശ. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു പ്രായത്തിൽ അവളുടെ അതേ പ്രായക്കാരിയായ ഉപ്പയുടെ സഹോദരിയുടെ മകൾ, അമ്മ ഞങ്ങളൊന്ന് പുറത്തുപോയിട്ട് വരാം, ഞങ്ങളൊന്ന് പുറത്തേറ്റ്. ആരാ മോളെ കൂടുതൽ? അമ്മേൻ്റെ മോളുണ്ട്. എന്ത് ധൈര്യം അമ്മക്ക്! അമ്മായിൻ്റെ മോൾ അന്നാ പോയിട്ട് പോരി. ഈ അമ്മായിൻ്റെ മോൾ എങ്ങോട്ടാണ് ആക്കി കൊടുക്കുന്നത്? അമ്മായിൻ്റെ മോൾക്ക് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ഞാൻ എന്തിനാണ് ഈ വിട്ടുകൊടുക്കുന്നത് അവളെ? അവളുടെ ഉമ്മയുടെ അടുക്കൽ നിന്ന് ഉപ്പയുടെ അടുക്കൽ നിന്ന് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു പോന്നിട്ട് ഒരുത്തൻ്റെ കൂടെ ഞാൻ വിട്ടുകൊടുക്കുന്നത് എന്തിനാണ്? എൻ്റെ റബ്ബ് എത്ര തന്നെ രഹസ്യമാക്കി വച്ചാലും പരസ്യമാക്കി വച്ചാലും അള്ളാഹു അത് പുറത്തു കൊണ്ടുവരും, വിചാരണക്ക് കൊണ്ടുവരും, അത് വിചാരണ ചെയ്യും എന്ന ബോധ്യമല്ലേ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് നമ്മൾ പഠിപ്പിച്ചിരുന്നത്. യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഔ തകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. സുബ്ഹാനല്ലാഹ്, എന്താ അതിൻ്റെ ഒക്കെ ഒരു മൂർച്ചെന്ന് ആലോചിച്ച് നോക്കി. 13 ഉപദേശം അവിടെ ലുക്മാൻ അലൈഹിസ്സലാം മകന് കൊടുത്തിട്ടുണ്ട്. ആ 13 ഉപദേശം അള്ളാഹുവിൽ പങ്കുചേർക്കരുത് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് നമ്മുടെ ജീവിതം എല്ലായിടത്തും വിജയിക്കാൻ, എല്ലാ മനുഷ്യർക്കും നമ്മൾ വേണ്ടപ്പെട്ടവരായി മാറാൻ, ഒരാൾക്കും നമ്മളോടൊരു വെറുപ്പും തോന്നാതെ നമ്മുടെ ജീവിതം പൂർത്തീകരിക്കാൻ, അവസാനം റബ്ബിനും ഏറെ ഇഷ്ടമുള്ള ഒരാളായിട്ട് ഈ ജീവിതം പൂർത്തിയാക്കിയിട്ട് നമുക്ക് സ്വർഗത്തിലേക്ക് റബ്ബിൻ്റെ തൃപ്തിയോടെ കടന്നു ചെല്ലാൻ ഉപകരിക്കുന്ന തരത്തിൽ എല്ലാ ഉപ്പയും ഉമ്മയും മക്കൾക്ക് നൽകണം എന്ന് പറഞ്ഞ 13 ഉപദേശമാണ് ലുക്മാൻ അലൈഹിസ്സലാമിലൂടെ അവിടെ നൽകിയിട്ടുള്ളത്. അവിടെ പറഞ്ഞ സംഗതി എന്താ? ഞാൻ എപ്പോഴും അത് വിചാരിക്കും, ആ ഖുർആൻ ഇറങ്ങിയ ആ കാലത്തേക്കാൾ ഏറ്റവും കൂടുതൽ ആ സാധനം ആപ്റ്റായിട്ടുള്ളത്, ആ ആയത്ത് ആപ്റ്റായത് ഇതിലേക്കാണ്, ഈ കാലഘട്ടത്തിലാണ്. ഒരാളെയും അറിയാതെ ഉമ്മമാരുടെ ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് വല്യമ്മമാർക്കടക്കം സ്മാർട്ട് ഫോണാണ് അല്ലേ? സ്മാർട്ട് ഫോണാണ് ഇന്ന് വല്യമ്മമാർക്കടക്കം. വല്യമ്മക്ക് ഇത് എന്തിനാ എന്നുള്ളതൊന്നും തിരിയില്ല. അല്ലെങ്കിൽ വല്യമ്മനോടും പറഞ്ഞു കൊടുത്തതിന് വല്യമ്മ നല്ലോണം ഉറങ്ങിയിട്ടുണ്ടാവും. മക്കളെ കിടത്തൽ വല്യമ്മൻ്റെ ഒപ്പം ഇരിക്കും. അപ്പോൾ ഫോണ് മക്കളെ കയ്യിലായിട്ടുണ്ടാവും. പാതിരാത്രിയിൽ 2:30 മണിക്ക് ഞാൻ ചാറ്റ് ചെയ്താലും എൻ്റെ വിരൽ തുമ്പുകൾ ആ ഫോണിലൂടെ നീങ്ങിപ്പോയാലും അല്ലാഹു യഅതി ബിഹല്ലാ, മോനെ, കടുകുമണിയോളം ചെറുത്, ആ കടുകുമണിയോളം ചെറിയ സാധനം ഒരു പാറപ്പത്തിനുള്ളിൽ, ആ പാറപ്പത്ത് ആകാശത്തിൻ്റെയോ ഭൂമിയുടെ ഏതോ ഉള്ളറയിലായാലും യഅതി ബിഹല്ലാ, അത് അല്ലാഹ് കൊണ്ടുവരുട്ടോ എന്ന പാഠമാണ് വിശുദ്ധ ഖുർആനിലൂടെ മദ്രസയിലൂടെ നമ്മുടെ കുട്ടികൾക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോഴും അതിനുശേഷം ഖുർആൻ സ്റ്റഡി സെൻ്ററുകളിൽ നമ്മളും നമ്മുടെ മക്കളും പോയി പഠിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന പാഠം അതാണ്. ഈ തത്വങ്ങളൊക്കെ പടച്ചോൻ ഖുർആനിൽ പഠിപ്പിച്ചു തന്നിട്ട് ഇതൊന്നും കേൾക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പോയാലും ഒരു പ്രശ്നവുമില്ല എന്ന് ചിന്തിക്കുന്ന, 5 സമയം നമസ്കരിക്കുന്ന, നിഷ്കളങ്കതയോടെ ഞാൻ ദിവസവും ഖുർആൻ ഓതുന്നു, ഞാൻ ദിവസവും 5 സമയം നമസ്കരിക്കുന്നു, ഞാൻ ദിവസവും ഈ 7 വരെ ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് എന്ന് നിഷ്കളങ്കമായ ആ മോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് പറയാൻ നേരമല്ല, ഇങ്ങനെ വിറക്കിയിരുന്നു ഞാൻ. അതിങ്ങനെ 2.5 മണിക്കൂർ ആ കുഞ്ഞുമോളുടെ സംസാരം കേട്ട് കഴിയുന്നത് വരെ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുട്ടിയോട് ചോദിച്ചു, മോളെ, അപ്പം ചോദിച്ച ചോദ്യത്തിനാണ് ഈ മറുപടിയൊക്കെ പറഞ്ഞത്. അപ്പം ഞാൻ ചില സാധനങ്ങൾ പച്ചയിലോട് പറഞ്ഞു. നിക്കാഹ് എന്ന് പറയുന്ന ഒരു സംഗതി നടക്കുന്നത് വരെ മോളുടെ പ്രിയപ്പെട്ട ഉപ്പ, മോളുടെ പ്രിയപ്പെട്ട സഹോദരൻ, മോളുടെ ഉപ്പാൻ്റെ അനിയനോ ജ്യേഷ്ഠനോ ആയിട്ടുള്ളവർ, ഉമ്മയുടെ സഹോദരൻ, ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ മഹറമായ ആളുകൾ, നമുക്ക് വിവാഹം നിഷിദ്ധമാക്കിയവർ എന്ന് പറഞ്ഞിട്ട് എണ്ണിപ്പറഞ്ഞ കുറച്ച് ആളുകളുണ്ട്. ആ ആളുകളെയല്ലാതെ ഒരാളുടെ കൈയും പിടിക്കാൻ നമുക്ക് അവകാശമില്ല. ഒരൊറ്റ പുരുഷനോടൊപ്പം ചേർന്നിരിക്കാൻ നമുക്ക് പടച്ചോൻ അനുവാദം തന്നിട്ടില്ല. അത് സംഭവിച്ചതിൻ്റെ ഭവിഷ്യത്തല്ലേ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളി ഇത് അനുഭവിച്ചത്. ഇങ്ങനെ പറഞ്ഞു പോന്ന് ലാസ്റ്റ് കുറേ ആയത്തും ഹദീസും പ്രാർത്ഥനകളും ഒക്കെ പറഞ്ഞ് ഞാൻ ഫോൺ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മോൾ അൽഹംദുലില്ലാ എനിക്കതിൽ വോയിസ് ഇട്ടിട്ട് ചോദിച്ചു, ടീച്ചറെ,
പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള വഴി എന്താണെന്ന് പറഞ്ഞു തരുമോ? ഞാൻ അൽഹംദുലില്ലാ അള്ളാനെ സ്തുതിച്ചു. ആ മോളെക്കുറിച്ച് ഞാൻ ഒരു കുറ്റവും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയില്ല. കാരണം വിശുദ്ധ ഖുർആനിലൂടെ തിരുസുന്നത്തിലൂടെ ജീവിതം വിജയിക്കണമെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന സംഗതികൾ പഠിപ്പിച്ചു കൊടുക്കാതെ, അതിനുള്ള അവസരം കണ്ടെത്താതെ, ഭൗതികമായ ഉന്നത തലങ്ങളിലേക്ക് മക്കളെത്താൻ വേണ്ടി അവരെ പറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞയക്കുമ്പോൾ അള്ളാഹ് എന്നുള്ള ബോധം അള്ളാനെ മനസ്സിലാക്കിക്കൊണ്ട് റബ്ബ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ മക്കളുടെ മനസ്സിലേക്ക് ഇഷ്ടത്തോടെ വെച്ചു കൊടുത്തുകൊണ്ട് ശിക്ഷിക്കുന്നവൻ മാത്രമല്ല പടച്ചോൻ അവസാന കള്ളിയിലെ പടച്ചോൻ ശിക്ഷിക്കുള്ളൂ. അതുവരെയും പടച്ചോൻ നീട്ടിയിട്ട് പടച്ചോനോട് മനുഷ്യരോട് കരുണ കാണിക്കുന്നവനാണ് പടച്ചോൻ. ആ കാരുണ്യത്തിൻ്റെ ഒരു വശമാണ് നമ്മുടെ ജീവിതത്തെ നമുക്ക് തന്നെ പ്രിയപ്പെട്ട ജീവിതമാക്കി കിട്ടുന്ന തരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് എന്ന വശം ആ പ്രിയപ്പെട്ട മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാത്തതിൻ്റെ കുറ്റം മാത്രമാണ് ആ മോളിൽ സംഭവിച്ച അബദ്ധം. ഈ മോള് ഒരു പ്രതീകം മാത്രമാണ്. ഇങ്ങനെ എത്ര നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുന്നത്, ഇതൊരു പുതുതായി തുടങ്ങിയ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ളൊരു സ്ഥാപനത്തിൻ്റെ അതിൻ്റെ മക്കളുടെ പരിപാടികളുമായി ബന്ധപ്പെട്ട് കൂടി വിളിച്ചു ചേർത്തിരിക്കുന്ന ഒരു വനിതാ സമ്മേളനമാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ എത്ര പേര് നമ്മളെക്കുറിച്ച് തന്നെ ആലോചിച്ച് നോക്കുക. ഞാൻ നിങ്ങളെ ഒരാളും ഈ ഇരിക്കുന്നവരാരും ഖുർആൻ പഠിക്കാത്തവരാണെന്ന് പറയല്ല. മാക്സിമം സമയം ഇന്ന് ഇഷ്ടം പോലെ സമയമുണ്ട് നമുക്ക്. പഴയ തലമുറയെപ്പോലെ അടുക്കളയിലും വീട്ടുജോലികളിലും കണ്ടമാനം വൈകുന്നേരം വരെയുള്ള സമയം നമുക്ക് ചെലവഴിക്കേണ്ട ഒരു ദൗർഭാഗ്യം നമുക്കിന്നില്ല. ഒഴിവ് സമയം നമ്മൾ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു? ഇതിൽ തോണ്ടാൻ മാത്രം ചെലവഴിച്ചു പോകുന്നുണ്ടോ? എങ്കിൽ ആ ഇബ്ലീസിനെ നമ്മൾ ആട്ടണം. അതിനൊരു നിശ്ചിത സമയം വെക്കണം. വാട്സപ്പും അതുപോലെ തന്നെ ഫേസ്ബുക്കും സാധനങ്ങളും ഇന്ന് നോക്കാതെ നമുക്ക് കയ്യിൽ ഇതിലൂടെ പല നല്ലതും നമുക്ക് കിട്ടും, പക്ഷെ ആ നല്ലതിൻ്റെ ഒപ്പം പല സംഗതികളും വന്ന് സമയം മുഴുവനായിട്ട് അതിലൂടെ നഷ്ടപ്പെട്ടു പോവാതെ, നമ്മുടെ മൂല്യങ്ങൾ ചോർന്നു പോവാതെ, കാണേണ്ടത് മാത്രം കാണാനും കേൾക്കേണ്ടത് മാത്രം കേൾക്കാനും പ്രവർത്തിക്കേണ്ടത് മാത്രം പ്രവർത്തിക്കാൻ അതിൻ്റെ റൂട്ടിലൂടെ കടന്നു പോകാനും നമുക്ക് സാധിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും കടന്നു ചെല്ലാനും പഠിക്കാനും അതിലൂടെ നമ്മുടെ മനസ്സിനെ അള്ളാഹുവിലേക്ക് ചേർത്ത് നിർത്താനും ഈ ശഅബാൻ മാസത്തിൽ പ്രിയമുള്ളവരെ നമുക്ക് തീരുമാനമെടുക്കാൻ സാധിക്കണം. റമദാൻ കടന്നു വരികയാണ്. ബിസ്മില്ലാ. നമ്മൾ പറഞ്ഞു വന്നത് സ്ത്രീ ശാക്തീകരണം എല്ലാ നിലക്കും ഏറെ അതിൻ്റെ ഉന്നതങ്ങളിലേക്ക് തെങ്ങുകയറ്റത്തിനടക്കം സ്ത്രീകളുള്ള കാലഘട്ടം. എല്ലാ വാഹനങ്ങളും ഇന്ന് വലിയ വലിയ കാറ് ഒക്കെ ഓടിച്ചിട്ട് നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ അങ്ങനെ ഡോക്ടർമാരും എൻജിനീയർമാരും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ കുട്ടികൾ അങ്ങനെ വലിയ കാറ്, പുരുഷന്മാർക്ക് മാത്രമേ എടുക്കുള്ളൂ നമുക്ക് തോന്നുന്ന വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മളെ കുട്ടികൾ അങ്ങനെ ഉഷാറിൽ വണ്ടി ഒട്ടിപ്പോവും. ഭയങ്കര സന്തോഷം തോന്നും. എല്ലായിടത്തും എത്തി. അതൊക്കെ ഒരു ജിഹാദായിട്ട് കൂടി പ്രവാചകൻ്റെ കാലത്ത് ഒട്ടകം സവാരി പഠിക്കുക എന്ന് പറയുന്നത് ഒരു ജിഹാദായിട്ട് പ്രവാചകൻ സ്വലം പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഒട്ടകമാണെങ്കിൽ ഇന്ന് അതാണ് ഈ കാറെന്ന് പറയുന്നത്. പക്ഷെ ആ തലങ്ങളൊക്കെ ഏത് തലങ്ങളിലേക്ക് നമ്മൾ എത്തിയാലും അവിടങ്ങളിലൊക്കെ നമുക്ക് സൂക്ഷിക്കേണ്ടതായ, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള, പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ഉന്നത തലങ്ങളിലെത്തിയ ഞാൻ കുടുംബത്തെ നോക്കേണ്ടതില്ല എന്ന കാഴ്ചപ്പാട് വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് ലിബറലിസത്തിൻ്റെ ഭാഗമായിട്ടാണ്. എനിക്ക് ജോലിയുണ്ട്, എനിക്ക് സമ്പാദ്യമുണ്ട്,
അതേപോലെ തന്നെ എൻ്റെ ഭർത്താവിനും ജോലിയുണ്ട്, അദ്ദേഹം സമ്പാദ്യം കൊണ്ടുവരുന്നുണ്ട്, ഞാനും ചെലവഴിക്കുന്നുണ്ട്, അദ്ദേഹം ചെലവഴിക്കുന്നുണ്ട്, പിന്നെ എന്തിനാ ഞാൻ മാത്രം ഈ പണികളിൽ മാത്രം മുഴുകുന്നത്, അവർക്ക് കൂടി എടുത്തുകൂടെ എന്ന് പറയുന്നത് ഒരു ന്യായമാണ്. പക്ഷേ അതൊരു വ്യവസ്ഥയാക്കി കൊണ്ടുവരിക എന്ന് പറയുന്ന കാഴ്ചപ്പാട് ലിബറലിസം നമ്മുടെ തലയിലേക്ക് വെച്ച് കിട്ടുന്ന സംഗതിയാണ്. ഒരു കുടുംബത്തിൽ കുട്ടികളെ വളർത്താൻ എത്ര ദിവസം വാപ്പക്ക് കഴിയും? വാപ്പക്ക് അതിന് കഴിയൂല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഉമ്മക്ക് അതിനെ കഴിയുന്ന തരത്തിൽ പടച്ചോൻ നമ്മുടെ സൃഷ്ടിപ്പിൽ തന്നെ എന്ത് വിക്രസ് കളിച്ചാലും ആ മക്കളെ സ്നേഹത്തിൻ്റെ തലോടലോടെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് സാരല്ല ഉമ്മാൻ്റെ കുട്ടി ഇങ്ങനെ ചെയ്താൽ മതിട്ടോ എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണമെങ്കിൽ അത് ഉമ്മാൻ്റെ പ്രകൃതത്തിലേ കഴിയുള്ളൂ. പ്രസവം നമ്മൾ ആലോചിച്ച് നോക്കുക, ശരീരത്തിലെ മുഴുവൻ എല്ലും നുറുങ്ങുന്ന വേദന അനുഭവിക്കുന്ന ഒന്നാണ് നമ്മുടെ പ്രസവ വേദന എന്ന് പറയുന്നത്. അത്രയും വേദന അനുഭവിക്കാൻ ഒരു ചെറിയൊരു സോക്കട് വന്നാൽ പോലെ നമ്മൾ പുരയിൽ ആണുങ്ങൾക്ക് നമ്മളും കുടുങ്ങിയില്ലേ? അപ്പോഴേക്ക് ആണുങ്ങൾക്ക് അത് സഹിക്കാൻ കഴിയില്ല. ഒരു ചെറിയൊരു അസുഖം വരുമ്പോഴേക്ക് അതിങ്ങോട്ട് വലിയ അസുഖം. പക്ഷെ പടച്ചോൻ അതൊക്കെ ഇങ്ങനെ എല്ലാം സഹിക്കാനുള്ള കഴിവടക്കം സൃഷ്ടിപ്പിൽ തന്നെ നമുക്ക് സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ പുരുഷന് കായികമായ ബലം, കായികമായ ശക്തി അത് പുരുഷനാണ് പഠിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ എത്ര ആണെങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ആരുപോലെ സഹായിക്കണം നമ്മൾക്ക് തന്നെ മതി എന്ന് വിചാരിച്ച് പിടിച്ച് വലിച്ചൊക്കെ കൂടി പിന്നെ കട്ടിലും അലമാരൊക്കെ കൂടി വലിച്ചിട്ടാലും അവസാനത്തൊന്ന് പൊന്താതെക്കുമ്പം ആണുങ്ങൾ ആരോട് വരട്ടെ, ഇതല്ല അവസാനം നമ്മൾ പറയൽ അല്ലേ? അല്ലെങ്കിൽ ആ റോട്ടുമിലൂടെ ആരോ എന്നാ മാനേജ് ഒന്നും കിട്ടുവാ ഒന്നൊന്നും പിടിച്ചെന്ന് അതൊന്ന് എനിക്കത് പൊന്തണില്ല. അതെന്തുകൊണ്ട് നമുക്ക് പറയേണ്ടി വരുന്നത്? സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് ഫെമിനിസ്റ്റുവാദികളും ലിബറലിസ്റ്റുവാദികളും ആ രൂപത്തിൽ പറയുമ്പോൾ ഇസ്ലാം പറയുന്നത് തുല്യതയല്ല, നീതിയാണ്. സ്ത്രീയുടേതായ തലത്തിൽ സ്ത്രീക്ക് വേണ്ട അവകാശങ്ങളുണ്ട്, അത് വകവെച്ചു കൊടുക്കണം. അത് വകവെച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ പടച്ചോമ്പക്കൽ ശിക്ഷ കിട്ടുന്ന സംഗതിയാണ്. എന്നാൽ സ്ത്രീയെ പുരുഷനായിട്ട് തന്നെ മാറ്റണം. സ്ത്രീയും പുരുഷനും ഒരുപോലെ ജീൻസ് പാൻറ് ഇട്ടാൽ തന്നെ പറ്റുള്ളൂ. അപ്പം അതിലേക്ക് പോയി. കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പിൽ ഇങ്ങനെ ചർച്ചയിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, മക്കളൊക്കെ ഒരു ശ്രമം നടത്തി വെക്കും, പക്ഷെ നമ്മൾ പിടുത്തം കൊണ്ടുപോലും അവർ പോവില്ല, അതുവരെ പോയിട്ടില്ല. ജീൻസും ആ ഇറക്കം കുറഞ്ഞ സാധനം തന്നെ ഇടണം എന്ന് ഇതിങ്ങനെ മോഡലായിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പം നമ്മുടെ മക്കൾക്ക് അതേ പറ്റുള്ളൂ, അതിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ എന്നിടത്തേക്ക് ചർച്ച പോകുമ്പോൾ പ്രിയമുള്ളവരെ അവിടെ എന്താണ് പ്രശ്നം എന്നത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, ലിപ്സ്റ്റിക്ക് സ്ഥിരമായി ഉപയോഗിച്ച് മുഖം നന്നായിട്ട് മിനുക്കി തന്നെ എന്നും കോളേജിൽ പോകണം സ്കൂളിൽ പോകണം എന്ന് ഇന്നത്തെ നമ്മുടെ മക്കൾ മഫ്തയൊക്കെ ഷോളൊക്കെ നന്നായിട്ട് ചുറ്റുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ ഇത് നല്ലോണം ഒന്നും ഇങ്ങോട്ട് മിനുക്കി വാരി പൊത്തി ചുണ്ടൊക്കെ കൂടി ഇങ്ങോട്ട് റെഡിയാക്കി. ഞങ്ങളെ സ്കൂളിലെ ബാത്റൂമിൻ്റെ ചുമര് സ്കൂൾ വന്നപ്പോൾ നല്ല വൈറ്റ് പിന്നെ പെയിൻറ്റൊക്കെ അടിച്ചതായിരുന്നു. ഇപ്പം ഇങ്ങനെ ബാത്റൂമിൻ്റെ ചുമരിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ ബാത്റൂമിൽ ചെന്ന് നോക്കി ചോന്ന ചുണ്ടുകളാണ്. അപ്പം എന്താ, ബാത്റൂം പോയിട്ടാണ് ഇത് ഉച്ചക്കൊക്കെ ഒന്ന് നേരാക്കുക. അപ്പോൾ ഉച്ചക്ക് അതൊന്നൊന്നുകൊണ്ട് മിനിക്ക് റെഡിയാക്കുമ്പോൾ കളറ് കുറച്ച് കൂടുതലാണെന്ന് വരുമ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എവിടെയാണ് വെക്കണത്? ബാത്റൂമിൻ്റെ ചുമരുമ്മിൽ. എന്നിട്ട് ആ ചുണ്ടിങ്ങനെ ആ ചുമരുമ്മിലൊക്കെ ആ ചോന്ന ചുണ്ടിങ്ങനെ കാണാം. ഞാനത് പറഞ്ഞത് ഇങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ മക്കൾ മാറുമ്പോഴേ ഈ യൗലൂമിൻ അബുസ്വാരിഹിം വയഹ്ഫദു ഫുറൂജഹും എന്നൊക്കെ അല്ലാഹ് ആണുങ്ങളോട് പറയുമ്പം നിങ്ങൾ കണ്ണ് താഴ്ത്താണ്ട് അങ്ങോട്ട് നോക്കിക്കോളി എന്ന് പറയുന്ന സാധനമല്ലേ നിങ്ങൾ ആ ഭാര്യ തേച്ചത് എന്നൊരിക്കൽ ഞാൻ എൻ്റെ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലേക്ക് വന്ന കുട്ടികൾ മുൻപതിലേക്ക് 8 പകുതിയാകുമ്പോഴേക്കും ഒരാൾക്ക് മാറും വർത്താനം. ഇതിങ്ങനെ സോഷ്യലാണ് എൻ്റെ വിഷയം എന്നുണ്ടെങ്കിലും ഞാനിത് പുട്ടിൻ്റെ തേങ്ങ ഇടുമ്പോൾ ഓരോ സാധനം അങ്ങനെ ഇട്ട് കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ ഇപ്പം എൻ്റെ 9ൽ ആ 8 പഠിപ്പിച്ച ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഇങ്ങനെ ചോപ്പിച്ച് ഇങ്ങനെ വന്നിരുന്ന ചുട്ടുക്ക് നടന്നതിൻ്റെ കുട്ടികളൊക്കെ ഇപ്പോൾ ഒരു ചോപ്പുമില്ല ഒരു പെയിൻറ്റും ഇല്ലാതെ ഒരു സുന്ദരമായിട്ട് ക്ലാസ്സിൽ വന്നിരിക്കലുണ്ട്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഞാനതിലൊറ്റ സംഗീതം ഒരിക്കൽ പറഞ്ഞു, മുടി മഫ്തുണ്ട് സ്കൂളിൽ, പക്ഷെ ഇത് എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും ഇങ്ങോട്ട് കാണണം, എത്രയെങ്കിലും കാണണം, എന്നിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഞൊറിയാക്കിയേക്കണം. എന്തിനാ അത് കണ്ണ് താഴ്ത്തല്ലേ ഇങ്ങോട്ട് നോക്കിക്കോളി എന്നാണ്. അതാണ് അതിൻ്റെ അർത്ഥം. പുരുഷനോടും സ്ത്രീയോടും കണ്ണ് താഴ്ത്താൻ അല്ല പറയുമ്പോൾ കണ്ണ് താഴ്ത്താൻ അനുവദിക്കാത്ത തരത്തിൽ സ്ത്രീകൾ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പുരുഷന്മാർ കുറ്റം പറഞ്ഞൊരു കാര്യമുണ്ടോ? ഈ കണ്ണ് താഴ്ത്താൻ നമുക്കും കഴിയണം. പുരുഷന്മാരും ആ കോലത്തിൽ നടന്നാൽ അവർക്കും വേണ്ട നിർദ്ദേശം. എന്തൊരു രസമാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചിങ്ങനെ പോകുമ്പോൾ നമുക്ക് എവിടേക്ക് എത്താൻ പറ്റും?
എവിടേക്ക് നമുക്ക് എത്താൻ പറ്റും? ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. എൻ്റെ ഉമ്മാൻ്റെ കൂടെ ഞാൻ ആ മക്കളോട് പറഞ്ഞു കൊടുത്ത ഒറ്റ സംഗതി ഇതാണ്. ഇവർ തട്ടം നേരാക്കിയിട്ട് ഒരു ചിത്രം മാത്രം പറയാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ കുറേ സംഗതികൾ നമുക്കിതിലൂടെ പറഞ്ഞു പോകും ഇൻഷാ അല്ലാ. ഇതിലെ പിന്നിട്ട വഴികളിലൂടെ ഇസ്ലാമിൻ്റെ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാതൃകയാക്കിയവരുടെ മാതൃകകൾ മുഴുവനും ഇൻഷാ അല്ലാ വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും തെളിവുകളിലൂടെ സുബൈദ സാഹിബയുടെ സംസാരത്തിലൂടെ വരും എന്നതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോവാതെ ഇപ്പോൾ നമ്മൾ നടക്കുന്ന കാലഘട്ടത്തെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള ഒരു ആമുഖം ഈ ഉദ്ഘാടന സംസാരത്തിൽ പറയണമെന്ന് ആഗ്രഹിച്ചതും ശേഷം വിശുദ്ധ ഖുർആൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചവരുടെ മാതൃക, വിശുദ്ധ ഖുർആൻ തന്നെ മുഴുവൻ പുരുഷന്മാർക്കും വേണ്ടി ഉദാഹരിച്ച് പറഞ്ഞത് ആരെയാണ്, എന്തുകൊണ്ടാണ് അവരെ ഉദാഹരിച്ച് പറയാനുള്ള കാരണം? അവരുടെ ജീവിതത്തിൽ അവർ ചാരിത്രം കാത്തു സൂക്ഷിച്ചത് കൊണ്ട്. ഈ ദുനിയാവല്ല, ഭൗതികമായ ഇവിടത്തെ കൊഴുപ്പല്ല, ഇവിടത്തെ സമ്പത്തല്ല, ഇവിടത്തെ വലിയ കൊട്ടാരമല്ല, ഏറ്റവും വലുത് ഫിൽ ജന്ന എന്ന് സ്വർഗത്തിൽ എനിക്കൊരു കുഞ്ഞു ഭവനം ഉണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ച മഹദിയെ ഖുർആനിൽ മുഴുവൻ വിശ്വാസികൾക്കുമുള്ള മാതൃകയാക്കിയതിൻ്റെ ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചക പത്നിമാരും സ്വഹാബി വനിതകളും എല്ലാ കാലഘട്ടങ്ങളിലും വളർന്നു വന്നതിൻ്റെ ചരിത്രം ഇൻഷാ അല്ലാഹ് അടുത്ത സംസാരത്തിലൂടെ വരുമ്പം ഇതിനോടത് കൂട്ടി വായിപ്പിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവിടെ നിന്നും പിരിഞ്ഞു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ മനസ്സിലേക്ക് വരണം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിന് മുമ്പിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉമ്മാൻ്റെ കൂടെ അങ്ങനെ അള്ളാഹു അവർക്ക് മാഫറത്തും മർഹമത്തും കൊടുക്കട്ടെ, 28 വർഷമായി. വളരെ ചെറുപ്പത്തിൽ തന്നെ ഉമ്മ മരിച്ചുപോയി. പക്ഷെ ഉമ്മ ബസ്സിൽ ഇങ്ങോട്ട് കയറുമ്പോൾ ഇങ്ങനെ തലയിൽ മുടി ഇങ്ങനെ ഇവിടേക്ക് കാണുന്ന കുട്ടികളടുത്തേക്ക് ഇങ്ങനെ പോവന്നു. അപ്പം എനിക്കറിയാം ഉമ്മ എന്തിനാ പോണത്. എന്നിട്ട് ഞാൻ എൻ്റെ ഉമ്മാനിങ്ങനെ പിടിച്ചു വലിക്കുമായിരുന്നു. ഞാൻ എപ്പോഴും ഒന്നിങ്ങനെ ആലോചിക്കും, ബസ് കയറുമ്പോൾ ഇവിടെ പിടിക്കുമ്പോൾ ഞാൻ ആലോചിക്കും ഉമ്മാനെ. ഞാൻ അങ്ങനെ മങ്ങൾ അങ്ങോട്ട് നിന്നാണ് ഏതോ കുട്ടികളോട് ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ മിണ്ടല്ലിമ്മ എന്നിട്ട് ഞാൻ ഉമ്മാനെങ്ങനെ കൈ ഇങ്ങനെ ഇറുക്കലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മക്കളോട് അതാ പറഞ്ഞു കൊടുത്ത്. ഞാൻ നിങ്ങളെ കാണുമ്പോൾ മക്കളെ 28 കൊല്ലം മുമ്പ് മരിച്ചു പോയ എൻ്റെ ഉമ്മാനെ ഞാനിങ്ങനെ ആലോചിക്കുമെന്ന് പറഞ്ഞു. അതെന്താ ടീച്ചർ നിങ്ങൾ പറഞ്ഞു തരും? അതില്ല, അതൊന്നുമില്ല എന്ന് പറഞ്ഞ് മെല്ലെ പോയി ഒന്ന് ഡിമാൻഡാക്കി. അപ്പം നിങ്ങൾ എന്നാലും അതൊന്ന് പറഞ്ഞു തരികയായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ ഉമ്മാൻ്റെ ഈ ഒരു പ്രകൃതം, നിങ്ങൾ ഈ പ്രായത്തിലാണല്ലോ ഞാൻ. അപ്പം എനിക്കത് ഉമ്മ ഇങ്ങനെ പറയാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. എന്നിട്ട് ബസ് ഇറങ്ങിയാലും ഞാൻ അങ്ങനെ പറയും, ആ കുട്ടികൾ എന്താ വിചാരിക്കമ്മ, നിങ്ങൾ ഏതോ കുട്ടികളല്ലേ കോലന്മാരും പാപ്പാരും നന്നാക്കിക്കോളില്ല, നിങ്ങൾ എന്തിനാ അപ്പം അതിങ്ങനെ പറയാൻ പോണേ. എന്നാലും മോളെ, നമ്മളിത് കണ്ടിട്ട് നമ്മളത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നാളെ നമ്മൾ പടച്ചോൻ്റെ അടുക്കിലേക്ക് പോയാൽ ഇതൊരു തെറ്റ് കണ്ടിട്ട് ഇനി എന്തേ പറയാതിരുന്നത് എന്ന് പടച്ചോൻ ചോദിച്ചാൽ എനിക്കതിന് മറുപടി ഉണ്ടാവില്ലല്ലോ എന്ന് അന്ന് ഞാൻ 8ൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ പറഞ്ഞത് ഞാൻ ഈ പ്രിയപ്പെട്ട മക്കളോട് ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു. പിറ്റേന്ന് ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഇവിടുത്തെ മുടഞ്ഞ ഞെറുമൊക്കെ പോയിട്ട് സുന്ദരമായിട്ട് മഫ്തിട്ട് ഒരേഴ മുടി കാണാതെ ഒരു മഫ്തിട്ട് വന്നതാണ്. അപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ല. ടീച്ചർ ഇപ്പോൾ ഞങ്ങൾ നല്ല കുട്ടികളായാലും ചോദിച്ചു. അപ്പം അല്ലെങ്കിലും നിങ്ങൾ നല്ല കുട്ടികളല്ലേ, നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും കുഴപ്പങ്ങൾ, നല്ല കുട്ടികളുണ്ടല്ലോ മക്കളെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? അല്ല ഞങ്ങളുടെ മുടിയൊക്കെ ഒന്ന് എന്ത് നിങ്ങൾ അങ്ങനെ മഫ്ത് എന്തേ നേരാക്കാൻ തോന്നി? അത് ഞങ്ങൾക്ക് നിങ്ങൾ ഉമ്മാനെ ഓർമ്മ വരാറുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളെ ഉമ്മാനെ ഓർമ്മ വരും. ഇത് ഞാൻ ഇപ്പം നിങ്ങളോട് ഇത് പറയാനുള്ള കാരണം, മക്കളെ തിരുത്താൻ ചില ട്രിക്കുകൾ ചില സമയത്ത് എടുക്കേണ്ടി വരും. നേരെ ചൊവ്വേ പറഞ്ഞാൽ ചിലപ്പോൾ ഇത് പിടിക്കൂല. ഓല ആരാന്നപ്പോൾ പറയാൻ മാത്രം ഒരു കോല പണിയെടുത്ത് നോക്കിയാൽ പോരെ എന്ന രൂപത്തിൽ മക്കൾ പ്രതികരിച്ചിട്ടുണ്ട് പലരോടായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഈ കാലഘട്ടത്തിനനുസരിച്ച് അവർക്ക് സ്നേഹം നൽകിക്കൊണ്ട് പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുത്ത് അതർ സെക്സിനോട് താല്പര്യം എന്ന് പറയുന്നത് ഈ പ്രായത്തിലുണ്ടാവും മക്കളെ. പക്ഷെ അത് നിങ്ങൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവിനോടൊപ്പം സ്നേഹത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി പഠിച്ചോ തന്നതാ. ഇപ്പം തന്നെ പ്രണയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എവിടെയോ കെടുക്കുന്നവനെ ഒരാൾക്കില്ലെങ്കിൽ ഭയങ്കര പോരാത്തനാണ് ഓൽക്കത്. അതിന് ഉണ്ടാക്കലാണ്, കൊളുത്തി കൊടുക്കലാണ്. എന്നിട്ട് അതിൻ്റെ പേരിൽ അവരുടെ പഠനം കൊളായി, പിന്നെ ചിന്ത കൊളായി. രാത്രിയിലെ പാതിരാത്രി വല്യമ്മ ഉറങ്ങാൻ കാത്തുക്കും ഫോണൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലൂടെ തോണ്ടി കളിക്കുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം? അതൊക്കെ പടച്ചോൻ കാണുന്നുണ്ട്. ഈ ഒരു ബോധമാണ് വിശുദ്ധ ഖുർആനിലൂടെ മദ്രസയിൽ പഠിക്കുന്നതിലൂടെ നമ്മുടെ മക്കൾക്ക് കിട്ടുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത്, ഈ ഒരു കാലഘട്ടം പലതരത്തിലും ഇസ്ലാം നമുക്ക് നൽകിയിരിക്കുന്ന ഈ മഹത്തായ ആശയങ്ങളെ വലിച്ചെറിയാൻ വേണ്ടിയിട്ട് നമ്മെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി തരുന്നുണ്ടെങ്കിൽ, ഏറെ ഉയരങ്ങളിലേക്ക് എത്താൻ നമുക്ക് പടച്ച തമ്പുരാൻ ഒരുക്കി തന്ന ഈ വഴികൾ ഇബ്ലീസ് അവിടെ അടക്കും. നമ്മുടെ ജീവിതം നാശത്തിലേക്ക് പോകും. അതിലേക്ക് പോവാതിരിക്കാൻ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയ പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും നല്ല സുന്ദരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു സംഗതി വിട്ടുപോയത്, നമ്മളെ കൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് നേരത്തെ വിവാഹം വേണ്ട എന്ന് പറയുന്നതെങ്കിൽ, എൻ്റെ മകൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയെ അവൾക്ക് പഠിക്കാൻ വേണ്ടി സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് ഞാനാണ്. നമ്മുടെ മക്കൾ പഠിക്കട്ടെ.
മക്കളെ ഞങ്ങൾക്കോ കഴിഞ്ഞില്ല, നിങ്ങൾ പഠിക്കുക എന്ന് പറയുന്ന പല ഉമ്മമാരും നമുക്കറിയാം. അതിനേക്കാളപ്പുറം നമ്മുടെ മക്കൾ പഠിക്കട്ടെ. വിവാഹം കഴിച്ച് എനിക്ക് 4 മക്കളാണെങ്കിൽ എൻ്റെ മക്കളുടെ വിവാഹം കഴിയുന്നതിലൂടെ എനിക്ക് 4 മക്കളെ കൂടി പടച്ചോൻ തീരാണ്. അൽഹംദുലില്ലാ. അത് മരുമക്കളല്ല, ആണായാലും പെണ്ണായാലും അത് നമുക്ക് പടച്ചോൻ നമ്മുടെ ഗർഭത്തിലൂടെ 4 മക്കളെ തന്നു. നമുക്ക് നമ്മുടെ മക്കളുടെ വിവാഹത്തിലൂടെ 4 മക്കളെ തന്നു. അൽഹംദുലില്ലാ, 8 മക്കൾ. ആ 8 മക്കൾക്കും കിട്ടുന്ന നമ്മളിൽ നിന്ന് നൽകാൻ പറ്റുന്നൊരു സ്നേഹമുണ്ട്. എനിക്ക് ജന്മനാൽ ഒരു ഉമ്മയെ തന്നു, ഒരു ഉപ്പയെ തന്നു, ഒരു കുടുംബത്തെ തന്നു. എനിക്ക് വിവാഹത്തിലൂടെ മറ്റൊരു ഉമ്മയെ കൂടി തന്നു, മറ്റൊരു ഉപ്പയെ കൂടി തന്നു, മറ്റൊരു കുടുംബത്തെ കൂടി തന്നു. അൽഹംദുലില്ലാ, എന്ത് രസം! ഇതാണ് ഇസ്ലാം. ഇങ്ങനെ നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക്, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലേക്ക്, സാംസ്കാരിക ഇടപെടലുകളിലേക്ക് അന്യ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് നിൽക്കെ ഒരു സ്ത്രീയും പുരുഷനും അവർ തനിച്ചായി കഴിഞ്ഞാൽ 3-മനായി അവിടെ ഇബ്ലീസ് വരുമെന്ന് പഠിപ്പിച്ചു തന്ന നമുക്ക് അവിടെ അതിനനുസരിച്ചുള്ള സൂക്ഷ്മത പുറത്ത് ഓഫീസിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോ പുറത്ത് നിൽക്കുമ്പോഴോ മാത്രമല്ല, ഇതിനകത്തും ആ ഒരു ചിന്ത നമുക്കുണ്ടാവണം. ഒരാണും പെണ്ണും ഒറ്റയ്ക്ക് ഇതിനകത്ത് ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 3-മനായി ഇബ്ലീസ് വരും. ആദ്യം പറയുന്നത് നിസ്സാരമായ സംഗതികളാണെങ്കിൽ പിന്നീട് കടക്കുന്നത് ഗൗരവം നിറഞ്ഞ വഷളത്തരത്തിലേക്കായിരിക്കും നമ്മെ നയിക്കുക. അത് വിവാഹം കഴിഞ്ഞ് 2-3 മക്കളുണ്ടായാൽ അടക്കം അത് ഇബ്ലീസ് വഴി തെറ്റിക്കാൻ അതിന് ശ്രമം നടത്തും എന്ന ബോധ്യം കൂടി ഈ ഒരു സന്ദർഭത്തിൽ പ്രിയമുള്ളവരെ നമുക്കുണ്ടാവണം. ഏറെ ഇനിയും പഠിച്ച് എല്ലാം കഴിഞ്ഞ് മക്കളും പേരക്കുട്ടികളായി നിങ്ങൾ അടക്കം ഇനിയും പഠിക്കണം, നന്നായിട്ട് വായിക്കണം. ഈ സമയത്തടക്കം PhD എടുക്കുന്ന ആളുകളുണ്ട്. ഞങ്ങൾ അടുത്തിപ്പോൾ ഒരു സഹോദരൻ, ഒരു ഉപ്പ 70-ാമത്തെ വയസ്സിൽ ഇപ്പോൾ PhD എടുത്തു. കഴിഞ്ഞ ആഴ്ച അവർക്കുള്ള ആദരവായിരുന്നു. പഠനം നിർത്തേണ്ടതല്ല, അതിനനുസരിച്ച് നമ്മുടെ ഈമാൻ കൂടും, അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മെച്ചപ്പെടും, സുന്ദരമാവും. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ ഉയരങ്ങളിലെത്തിയവരുടെ മാതൃക നമ്മുടെ മുമ്പിൽ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതിനുവേണ്ടി നിങ്ങളുടെ വായനയെയും പഠനത്തെയും ഒക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇസ്ലാമിക ചരിത്രത്തിലും ഇന്ത്യൻ ചരിത്രത്തിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും എല്ലാം ഇസ്ലാമിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ പോരാടിയ സഹോദരിമാരുണ്ട്. അസീസൻ ബീഗം, ബി ഉമ്മ, ഇവരുടെയൊക്കെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വല്ലാതെ അത്ഭുതം തോന്നും. അതുപോലെ വാരിയൻ കുന്നത്തിൻ്റെ ഭാര്യ, പള്ളിക്കമ്മിറ്റിയിൽ അന്ന് അംഗമായ അവർ, ആ പള്ളിയിൽ തന്നെ അവർക്കൊരു സൈഡിൽ, ഏത് കാലത്താണെന്ന് ആലോചിച്ച് നോക്കുക, മാപ്പിള കലാപം നടക്കുന്ന കാലത്ത് ആ പള്ളിൻ്റെ സൈഡിൽ ഇവർക്ക് സ്ത്രീകൾ വരുന്ന സമയത്ത് അവർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ ഒരു റൂമുണ്ടായിരുന്നു എന്ന് കേരള ചരിത്രത്തിൽ നമ്മെ പഠിപ്പിക്കാം. അസീസൻ ബീഗം 1857 വിപ്ലവത്തിൽ പൊരുതിയിട്ട് ഇസ്ലാമിക വേഷത്തോട് കൂടിയിട്ട് ഉമ്മുഅമ്മാറ പൊരുതുന്നത് പോലെ പൊരുതിയൊരു സ്ത്രീയാണ്. ആ സമയത്ത് അവരുടെ സൗന്ദര്യം കണ്ടിട്ട് അവരെ പിടികൂടിയിട്ട് പ്രവാചകൻ്റെ സ്വഹാബി വനിതകൾ യുദ്ധത്തിന് പോയപ്പം എന്തൊക്കെ ചെയ്തു കൊടുത്തോ ആ പണിയൊക്കെ ചെയ്തൊരു സ്ത്രീയാണ് ഇന്ത്യൻ ചരിത്രത്തിലെ അസീസൻ ബീഗം എന്ന് പറഞ്ഞ ചരിത്രത്തിൽ അവരുടെ പേരില്ല. എന്തുകൊണ്ട്? അവരുടെ രാജകുടുംബത്തിൽപ്പെട്ട അതല്ലാത്ത ഒരു നാടൻ കുടുംബത്തിൽപ്പെട്ട സ്ത്രീ ആയതുകൊണ്ട്. അസീസൻ ബീഗത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. അവസാനം ഇവരുടെ നല്ല സുന്ദരിയാണ്. ആ സുന്ദരിയെ എനിക്ക് എങ്ങനെയെങ്കിലും കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ജയിൽ മോചിതയാക്കുകയാണ് അവരെ. അവർക്ക് തന്ത്രം പിടികിട്ടി എനിക്ക് ജയിൽ മോചിതയാവേണ്ടതില്ല, അങ്ങനെ രക്തസാക്ഷിയാവുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇവരൊക്കെ ഇസ്ലാമിൻ്റെ ആ തന്മയത്വത്തോടു കൂടിയിട്ട് പ്രവർത്തിച്ചവരാണ്. ഇങ്ങനെ ധാരാളം ഇസ്ലാമിക ചരിത്രത്തിലുള്ളതുപോലെ ഇന്ത്യൻ ചരിത്രത്തിലും കേരള ചരിത്രത്തിലുമുണ്ട്. അതിൻ്റെയൊക്കെ ബാക്കിപത്രമാണ്, പിന്മുറക്കാരാണ് ഞാനും നിങ്ങളും. ഈ കാലഘട്ടത്തിൽ ലിബറലിസത്തെ, ഫാഷിസത്തെ, അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് വാദികളെ, അത് നമ്മുടെ ഈ ഐഡൻറ്റിറ്റി കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കണം. അതിനൊട്ടേറെ പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്മുറക്കാരായിട്ട് കടന്നു വന്നതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, എന്നെപ്പോലുള്ള യാതൊന്നും സംസാരിക്കാൻ കഴിയാതെ ഇതിങ്ങനെ ഇളകിക്കളിച്ചിരുന്ന എനിക്ക് സത്യത്തിൽ ഈ വിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിച്ചതും സുന്നത്തിൽ നിന്ന് പഠിച്ചതും വെച്ചുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരുടെ മുമ്പിൽ സംസാരിക്കാൻ ആവത് നൽകിയത് എഴുത്തുകളിലൂടെ,
ആരാമം വനിതാ മാസികയിലൂടെ, വനിതാ കോളേജുകളിലൂടെ സ്ത്രീകൾക്ക് അവസരം നൽകിക്കൊണ്ട്, സംസാരിക്കാൻ അവസരം നൽകിക്കൊണ്ട്, എഴുതാൻ അവസരം നൽകിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു പ്രസ്ഥാനത്തെ കൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അറിയാത്തവർ മനസ്സിലാക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഇതൊരു സൽക്കർമ്മമായി സ്വീകരിക്കുകയും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നാളെ നാഥൻ്റെ സ്വർഗത്തിൽ നമുക്കിതുപോലെ ഒരുമിച്ച് ചേരാനും പരസ്പരം കാണാനും നാഥൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. ഷഅബാനിൻ്റെ പകുതിയോളം എത്തിയ നമുക്ക് റമദാനിലേക്ക് എത്താനും ഈ റമദാനിൽ കഴിഞ്ഞ റമദാനിനേക്കാൾ പ്രതിഫലം കൊയ്തെടുക്കുന്ന റമദാനാക്കി മാറ്റാനും നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹ് വസ്തഗ്ഫിറുല്ലാഹ്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.